സരിതേ, സരിതേ, ഞങ്ങളോട് ഇത്രയും വെറുപ്പ് കാട്ടാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും തിരിച്ചറിയാവുന്നവരോടല്ലേ തെറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മോളെ, ഒരപ്പച്ചന്റെ സ്ഥാനം എനിക്കില്ല. എങ്കിലും പ്രായമുണ്ടല്ലോ, ഉപദേശിക്കാണെന്നും തോന്നരുത്. എന്റെ മകൻ കാരണം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടെ? എക്സാമിന് കഷ്ടിച്ച് 2 മാസം അല്ലേ ഉള്ളു മോളെ. അതും കൂടി കഴിഞ്ഞാൽ സരിതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവും. പൂ പറിക്കാൻ നേരത്ത് ചെടിയുടെ കടയ്ക്ക് തീ വെക്കണോ മോളെ? അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം നിറവേറ്റാൻ നോക്കൂ. തിരുത്താൻ വയ്യാത്ത തെറ്റുണ്ടോ മോളെ? ജെയിംസ് അത് തിരുത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സരിതയേക്കാൾ ദുഃഖം അവനാണ്. മോള് കോളേജിൽ പോയാലേ അവനും പോവും. മോള് പരീക്ഷയ്ക്കിരുന്നാലേ അവനും ഇരിക്കൂ. ഓഹോ, നിങ്ങളുടെ മോന് പരീക്ഷയ്ക്കിരിക്കാൻ എന്റെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള കുമ്പസാരമായിരുന്നു ഇത്രയും നേരം, അല്ലേ? മോളെ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എങ്കിൽ മകനോട് പറയൂ, കുറെ കൂടി പോസ്റ്ററുകൾ കോളേജ് പരിസരത്ത് ഒട്ടിക്കാൻ. എന്റെ മോള് ചത്തോന്നറിയാൻ വന്നതാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞുപോയെന്നറിയാം. നിങ്ങൾ ഇറങ്ങട്ടെ. സാറ് കയറി ഇരുന്നിട്ട് പോണം. ഒരു മകൻ ജനിച്ചുപോയതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ശിക്ഷ നിങ്ങളിൽ ഞങ്ങൾക്ക് തരരുത്. വല്ല വിഷം കൊടുത്ത് കൊല്ലണം സാറേ. പേപ്പട്ടിയെ നാട്ടുകാർ കണ്ടാൽ തല്ലി കൊല്ലും. വന്നിരിക്കുന്ന വിശേഷം അന്വേഷിക്കാൻ. എനിക്ക് ആ മക്കളില്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം. അമ്മയോടൊന്നും തോന്നരുത്. ആ മനസ്സ് വേവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതലും സഹിക്കാൻ തയ്യാറായിട്ടാണ് കുഞ്ഞ് ഞങ്ങൾ വന്നത്. പ്ലീസ് സരിതേ, എന്നോട് എന്തെങ്കിലും സംസാരിക്കൂ. നോക്കൂ, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും. എന്നോട് ഇത്രയും ക്രൂരത കാണിക്കണോ? ക്രൂരത കാണിക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല പാർട്ടിയാ. 1 മാസമായി ഞാൻ തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താ സന്യാസത്തിലായിരുന്നു? കാണാനേ കിട്ടുന്നില്ല. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എവിടെ? ഇതെന്ത് ചോദ്യമാ? നമ്മുടെ പഴയ ഹോട്ടലിൽ. ഞാനില്ല. ആ, ഒരു ചെറിയ റിലീഫിന് വേണ്ടി. എനിക്ക് തീരെ സുഖമില്ല. പ്ലീസ്. സൂക്കടൊക്കെ ഞാൻ മാറ്റിത്തരാം. കമോൺ ഡാർലിംഗ്. ഡേസി താഴെ ഇറങ്ങും. താഴെ ഇറങ്ങാൻ. ജെയിംസ്. ഡേസി പണ്ടത്തെ ജെയിംസ് ജീവിച്ചിരിപ്പില്ല. ആരായാലും വേണ്ടില്ല, എന്റെ കല്യാണം ഉടനെ നടത്തണം. സരളയുടെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ മോളെ? അതൊന്ന് കഴിഞ്ഞോട്ടെ. സാരമില്ലമ്മേ, ഞാനിവിടെ നിന്ന് നരച്ചാലും കുടുംബത്തിന് മാനക്കേടുണ്ടാവില്ല. അവളുടെ കാര്യം എത്രയും വേഗം നടത്തുന്നതാ നല്ലത്. എല്ലാം ദൈവവിധി, അല്ലാതെ എന്തു പറയാനാ? ആ, ഞാൻ ആ ശങ്കരനാരെ ഒന്ന് കണ്ടേച്ചു വരാം. ഈയിടെയായി ജെയിംസ് ജോർജ് എന്നെ കണ്ട പാവം പോലും നടിക്കാറില്ല. എന്നെ വലിയ താല്പര്യമാണ്. എന്നാൽ എനിക്ക് ഇയാളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. എനിക്കെന്നെ പറയ ചേട്ടൻ മതി. അവനിപ്പോ സരിതയുടെ പുറകിൽ നിന്ന് മാറാറില്ല. കുറെ കാലം ചേട്ടനോട് പുറകെ നടന്നതല്ലേ? അത് ചുമ്മാ ഒരു നേരം പോക്കിനല്ല. സീരിയസ് ആയ ഒരുത്തിനെ പിടിക്കണമെന്ന് തോന്നി ഞാൻ നിന്നെ പിടിക്കുകയും ചെയ്തു. ഈ പിടിക്കല് മാത്രമേ ഉള്ളൂ? അല്ല, കിട്ടുകയും ചെയ്യും. അളിയൻ നമ്മളെ അങ്ങ് മറന്നുവല്ലോ. അല്ല, നീ ഇപ്പൊ അവളുടെ വീട്ടിൽ പറ്റുവാണെന്ന് കേട്ടല്ലോ. മനസ്സിലായില്ല. ആ, നമ്മുടെ മറ്റവളെ ഇന്റർനാഷണൽ. എന്നാലും എന്റെ അളിയാ, നീ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപാര സാധനം തന്നെ. ഒരു ലിസ്റ്റ് നമുക്ക് കൂടെ താ. വർഗീസേ, അല്ലെങ്കിൽ വേണ്ട, അവളുടെ മൂത്തത് മറ്റൊരു കേസ് തൊട്ടുണ്ടല്ലോ, അതായാലും മതി. നീയെ കൂടെ ചേർന്നടാ എന്നെ ഈ നിലയിലാക്കിയത്. ഇനി അവരെ പറ്റി ഒരു ഒറ്റ അക്ഷരം പറഞ്ഞാ നിനക്ക് മറ്റാരെയും പറ്റി പറയേണ്ടതില്ല. റാസ്കൽ. ഇന്നല്ലേ മാധവിയുടെ മകളുടെ വിവാഹം? ഒന്ന് പോകേണ്ടതായിരുന്നു. അല്ല, അവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ?
BL-ലാണ് പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. കരുതിയിരിക്കൂ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സരിത ഇരിക്കൂ. സാരമില്ല. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോടുണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല് ആ, ഇനി കാപ്പി കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പി കുടിക്കാം. ശരി, ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്റെ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്.